അധ്യാപകരുമായിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ആദ്യമായി NSS ഗീതം. അതിന് ഞാൻ എൻ്റെ NSS വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാർപ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാർപ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരവില ജീവിതമാകുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാകട്ടെ, മനമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാർക്കുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിലങ്ങിയിടട്ടെ. മനസ്സു നന്നാവട്ടെ, മനമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാർപ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. ഞാൻ NSS വോളണ്ടിയർ അഭിപ്യ. ടീമും ഒരുമിച്ച് മുന്നിൽ വന്നെങ്കിൽ ആദ്യം ആരെയാണ് വന്നിക്കേണ്ടത്? സംശയമില്ല, ഗുരുവിനെ തന്നെ. കാരണം ദൈവത്തെ കുറിച്ച് പറഞ്ഞു തന്നത് ഗുരുവാണ്. ആശംസകൾ നേരാനായി ഞാൻ ആദ്യം ഏഞ്ചലിനെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ, വിദ്യാർത്ഥികളെ ഹൃദയം കൊണ്ട് കേൾക്കുകയും അകക്കണ്ണുകൊണ്ട് കാണുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അടുത്തതായി ഞാൻ അമൃതയെ ക്ഷണിക്കുന്നു. മനസ്സ് നന്നാവട്ടെ, ഓരോ വിഷയങ്ങളും കൂടുതൽ മുന്നേറാൻ പഠിപ്പിച്ച ഹൃദയം കൊണ്ട് കൂടുന്നതിന് എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപകരുടെ ആശംസ. അടുത്തതായി മനസ്സ് നന്നാവട്ടെ, അക്ഷരങ്ങളിൽ പിടിച്ചയച്ച് നടത്തി അറിവിൻ ലോകങ്ങൾ തുറന്നു തന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപകരുടെ ആശംസകൾ. ശ്രീലക്ഷ്മി. പാഠപുസ്തകത്തിനപ്പുറം അറിവിനേറെ ജീവിതത്തിലേറെ നല്ല പാഠങ്ങൾ പകർന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയമായ ആശംസകൾ. അടുത്തതായി അലീന. ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ്. ആത്മവിശ്വാസം നൽകുന്ന പുഞ്ചിരിയും കരുത്ത് പകരുന്ന വാക്കുകളും നൽകി വിജയത്തിലേക്ക് കുറിക്കാൻ എന്റെ കൂടെ നിന്ന അധ്യാപകർക്ക് ഒരായിരം മനസ്സുണ്ടാവട്ടെ. എൻ്റെ പേര് വന്ദന. ഇന്ന് അധ്യാപക ദിനമാണ്. എന്നെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ സ്മരിക്കുന്നു. അധ്യാപകരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഓരോ കുട്ടികളും മുന്നിലേക്ക് എത്തുന്നത്. എന്നിലെ കഴിവുകൾ തൊട്ടിട്ട് ഉയരങ്ങളിലേക്ക് കഴിപ്പിച്ച് നടത്തി എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഹൃദയം തന്ന് അധ്യാപകരുടെ ആശംസകൾ നേരുന്നു. അടുത്തതായി ക്രിസ്റ്റീന. അടുത്തതായി കെസിയ. മധുരമുള്ള നല്ല ഓർമ്മകളും എല്ലാ നല്ല പാഠങ്ങളും
അടുത്തതായി ഡാനി. ആഗ്രഹമുള്ള നല്ല ഓർമ്മകളും മനോഹരമായ നല്ല പാഠങ്ങളും സമ്മാനിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്ക് നന്ദി. അടുത്തതായി സെവിൻ. മനസ്സിലാകട്ടെ, അധ്യാപക ദിനമാണല്ലോ. നമ്മുടെ ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിന്റെ പിന്നിൽ ഒരു ടീച്ചറിന്റെങ്കിലും പങ്കുണ്ടാകും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഉന്നതിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്ന അധ്യാപകർക്ക് ഇന്ന് അധ്യാപക ദിനമായി ആശംസിക്കുന്നു. ഒരു ഡോക്ടർക്ക് വീഴ്ച വന്നാൽ രോഗി മരിച്ചേക്കാം. ഒരു എഞ്ചിനീയർക്ക് വീഴ്ച വന്നാൽ ഒരു പാലമോ കെട്ടിടമോ തകർന്ന് കുറച്ചുപേർ മരിച്ചേക്കാം. എന്നാൽ ഒരു അധ്യാപകന് പിഴവ് വന്നാൽ ഒരു തലമുറയാണ് നശിക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കവാടത്തിലെ വാചകമാണിത്. ഈ വാചകം നമുക്ക് ഓർത്തുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ എന്നും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിന് ഒന്നുകൂടി അധ്യാപക ദിനം നേരാം. താങ്ക് യു. അധ്യാപകർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്. വിദ്യാർത്ഥികളെ നയിക്കാൻ കരുത്തുള്ള പൗരന്മാരാക്കി മാറ്റാൻ വഴിയൊരുക്കുകയും അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. പുസ്തകത്താളുകളിലെ അറിവുകൾ പകരുക മാത്രമല്ല, ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയയും ഇവിടെ നടക്കുന്നു. മനസ്സ് നന്നാവട്ടെ. എല്ലാവരുടെയും മനസ്സ് നല്ലതാണോ? ശരി. അപ്പൊ നിങ്ങളുടെ മനസ്സ് നല്ലതായത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ അധ്യാപകരായി ഞങ്ങളെ എല്ലാം ആദരിച്ചത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. സാധാരണ നമ്മള് ഈ കാലഘട്ടത്തിൽ അറിവ് അന്വേഷിക്കുന്നത് ഒന്ന് ഗൂഗിൾ, അല്ലെങ്കിൽ അലക്സ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയോടൊക്കെ ചോദിച്ച് തിരിച്ച് അറിവ് നേടുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന, അതിൽ നിന്നൊന്നും കിട്ടാത്ത ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒന്നുണ്ട്. എന്താണെന്ന് പറയാം? സ്നേഹമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഭകളെ കണ്ടെത്താൻ, കഴിവുകളെ കണ്ടെത്താൻ സ്നേഹിക്കുക. ഇങ്ങോട്ടും സ്നേഹിക്കുക, അങ്ങോട്ടും സ്നേഹിക്കുക. അങ്ങനെ ഉള്ളിലുള്ള കഴിവിനെ പുറത്ത് എടുക്കുക. അങ്ങനെ ജീവിത വിജയത്തിന് ഉള്ള A+ വാങ്ങുക എന്നതിലുപരി ജീവിത വിജയത്തിന് സ്നേഹം നൽകി വാങ്ങി മുന്നോട്ട് പോകുക. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ലഘു കവിത കൂടി ചൊല്ലി ഞാൻ നിർത്താം. സഹിക്കണം. അറിയാതെ വന്നിട്ടകത്തു കേറി ഒരു പാട്ടുമെല്ലെ ചെവിയിൽ മൂളി, പിടരുമാപ്പൂ മുട്ടിനുള്ളിലൂറും പരിമണം തൂകി കടന്നുപോയി. ഒരു കളർ ചോക്കിന്റെ തുണ്ടെനിക്കാ ചിരി വെച്ചു കടന്നുപോയി. അത് ഞാനെടുത്തു വരച്ച നേരം, കളിയത്ര കഥയത്ര കാര്യമെത്ര, ഇനി എന്നു വരുമെന്റെ പൊന്നു ടീച്ചർ, അച്ഛനായി അമ്മയായി. ഇനി എന്നു വരുമെന്റെ പൊന്നു ടീച്ചർ, അരികിലെന്നമ്മയായി ചേച്ചിയായി. അങ്ങനെ അമ്മമാരും ചേച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ കൂട്ടത്തില്. എല്ലാവർക്കും നന്ദി.